മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് 1-2 വാക്യങ്ങൾ ആണ് ചിന്തിച്ചത്. പൗലോസ് തൻ്റെ ചാർച്ചക്കാരായ സഹോദരന്മാർക്ക് വേണ്ടി ഹൃദയത്തിൽ ദുഃഖവും ഇടവിടാതെ നോവും ആയിട്ട് ഇരിക്കുന്നു. കാരണം അവർ ദൈവത്തെ അറിയാതെ ഇരിക്കുന്നു, അതിൽ ഉള്ള വിഷമം. എന്നാൽ അവർ ആരും തന്നെ നശിച്ചു പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ദൈവം അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, പദവികൾ കൊടുത്തതായിട്ട് പറയുന്നു. 9, 4, 5 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കും. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തവും അവർക്കുള്ളത്, പിതാക്കന്മാരും അവർക്കുള്ളത് തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവർ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു, ദൈവം ഇന്ന് യഹൂദനോട് ഇടപെടുന്നില്ല. സഭ ജാതീയമായ ആളുകളെ സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. യഹൂദനോട് ഇന്ന് ദൈവം രാഷ്ട്രീയമായിട്ട് ഇടപെടുന്നുണ്ട്. അതാണ് ഇന്ന് യഹൂദൻ്റെ അതിർവരമ്പുകളൊക്കെ ദൈവം വിസ്തൃതമായി കൊടുക്കുന്ന യൂഫ്രട്ടീസ് തൊട്ട് നൈല് വരെയുള്ള സ്ഥലങ്ങൾ യഹൂദൻ്റെ കീഴിലെ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം പൂർണ്ണമായിട്ട് വീണ്ടും അതിർത്തികൾ എക്സ്പാൻഡ് ചെയ്ത് അത് ദൈവം കൊടുക്കും. ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ സഭയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും യഹൂദന് വേണ്ടി വീണ്ടും ഇടപെടുന്നത്. ഈ 8-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോഴേ അതിൽ ദൈവത്തിൻ്റെ കൃപയാൽ എന്നുള്ള വാക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചെങ്കിൽ ഈ 9-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ കരുണ എന്നുള്ള വാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ദൈവം കരുണാപാത്രങ്ങളായിട്ട് 21-ാം വാക്യത്തിലെ കരുണാപാത്രങ്ങൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം കരുണയും കൃപയും ഉള്ളവനാണ്. ദൈവം എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവമാണ്. ഒത്തിരി ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34:6 യഹോവ അവൻ്റെ മുമ്പാകെ കടന്നു ഘോഷിച്ച എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുമുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ പറയുന്നുണ്ട്. രണ്ടും അവിടെ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് ഈ കൃപ എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ പ്രധാനമായിട്ട് കരുണ ആണ് കാണിക്കുന്നത്. ലൂക്കോസ് 1:79 യേശുക്രിസ്തുവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അവിടെയും പറയുന്നത് ടെൻഡർ മേഴ്സി, ആർദ്ര കരുണ. എഫേസ്യർ 4:2-4 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മാൽ സ്നേഹം നിമിത്തം. ഇതെല്ലാം എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഗോഡ് ഈസ് റിച്ച് ഇൻ മേഴ്സി. ദൈവം തൻ്റെ കരുണയിൽ സമ്പന്നനാണ്. അവൻ കരുണ കാണിക്കുന്നത് കൊണ്ടാണ്, അവൻ്റെ സ്വഭാവമാണ് കരുണ. അവൻ കരുണ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള യഹൂദനെ ദൈവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ യേശുക്രിസ്തുവും അതിൻ്റെ വേറൊരു പ്രതിച്ഛായയായിരുന്നല്ലോ. അവനും കരുണ കാണിക്കുന്നുണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ യേശു ഓരോ നന്മകൾ അല്ലെങ്കിൽ ഓരോ വീര്യപ്രവൃത്തികൾ, ഓരോ മിറക്കിൾ ചെയ്യുമ്പോഴും അവന് കരുണ കാണിക്കുന്നതായിട്ട് കാണുന്നു. എല്ലായിടും തന്നെ യേശുക്രിസ്തുവിൻ്റെ രോഗികളെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തു മനസ്സലിഞ്ഞു. അവിടെ കരുണയാണ് കാണുന്നത്. അവൻ്റെ കരുണ വരുന്നതായിട്ട് കാണുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലെ ദൈവം യേശുക്രിസ്തു കരുണ കാണിക്കുന്നു. അതുപോലെ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 18-ലെ കടം ഇളച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ മനസ്സലിവ് കാണിച്ച് കടം ഇളച്ചു കൊടുത്തു എന്ന് പറയും. 18:27. അതുപോലെ മത്തായി 20:30-31 വാക്യങ്ങളിൽ കാണുന്നത് 2 കുരുടന്മാർ അവിടെ ഇരിക്കുമ്പോൾ, കർത്താവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് ആ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാരോട് കരുണ കാണിക്കുന്ന ദൈവം, മനസ്സലിവ് കാണിക്കുന്ന ദൈവം. അതുകൊണ്ട് കരുണ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞ ദൈവം ഉണ്ടെങ്കിൽ ഈ ക്യാരക്ടർ, ഇത് നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നു കരുണ കാണിക്കാനായിട്ട്. നമ്മളിൽ നിന്ന് ഇന്ന് ദൈവം ഈ കരുണയും ഈ മനസ്സിലും ഒക്കെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സഹവിശ്വാസികളോട് കരുണ കാണിക്കാനായിട്ട് ഗലാത്യർ 6
10 പറയുന്നു, സഹവിശ്വാസികളോട് കരുണ കാണിക്കുക. ഈ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലാണ്. എന്താണിത് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ ഹൃദയത്തിൽ വലിയ വേദനകളുണ്ട്. തൻ്റെ സമസൃഷ്ടങ്ങൾ നശിച്ചു പോകുന്നു. ഇതുപോലെ വിശ്വാസികളായിട്ടുള്ള നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ കരുണ കാണിപ്പാനായിട്ട് മനസ്സലിവ് നമ്മളെ ഹൃദയങ്ങളുണ്ടാകണം. എന്താണ്? നമ്മുടെ സമശിഷ്ടങ്ങൾ കർത്താവിനെ അറിയാതെ നശിച്ചു പോകുന്നു എന്നുള്ള അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനൊരു ചിന്ത നമുക്കുണ്ടാവേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനിയും 4 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളാണല്ലോ വായിച്ചത്. പൗലോസിന് സുവിശേഷം അറിയിക്കുമ്പോൾ ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു. അതും ഈ തരുണത്തിൽ ഒന്ന് പറയേണ്ട വിഷയമാണ്. അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 27, 28 ഒക്കെ വാക്യങ്ങളിൽ പൗലോസ് യഹൂദന്മാരോട് ആണ് ആദ്യ സുവിശേഷം അറിയിച്ചത്. അതിൽ 21 അധ്യായത്തിൻ്റെ 27, 28 വാക്യങ്ങളിൽ 7 ദിവസം തീരാറായപ്പോൾ ആസിയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ട് പുരുഷാരത്തെയൊക്കെ ഇളക്കി വിട്ട് അവനെ പിടിച്ചു. പൗലോസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാകുന്നു ജനത്തിനും ന്യായപ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുപോയി. ശൗല് പൗലോസ് ആയതിനു ശേഷം അവൻ്റെ പ്രവർത്തനം കണ്ടിട്ട് യഹൂദന്മാർ തന്നെ അവൻ്റെ കൂടെയുള്ള അവൻ്റെ ചാർച്ചക്കാരെന്ന് പറയുന്നവർ തന്നെ അവനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്താണ്? യവനന്മാരെ, ജെൻറ്റൈൽസിനെ ദേവാലയത്തിൽ കൊണ്ട് നീ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുപോയി. അത് ഈ പൗലോസിനെ കൊല്ലാനായിട്ട്, അല്ലെങ്കിൽ പൗലോസിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തി ഓടിക്കണം എന്ന് യഹൂദന്മാർ തന്നെ തീരുമാനിച്ചു. ഏറ്റവും വലിയ എതിർപ്പുകൾ ഈ യഹൂദന്മാരിൽ നിന്നാണ് പൗലോസിന് വന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാതെ, യഹൂദന്മാരിൽ നിന്നാണ് ഏറ്റവും വലിയ എതിർപ്പുകൾ പൗലോസിന് വന്നത്. എന്നിട്ട് പോലും ഈ പൗലോസ് അവർക്ക് വേണ്ടി ഞാൻ ശാപഗ്രസ്തനായി തീരും എന്ന് പറയുന്ന കാര്യം നമ്മൾ ഓർക്കുക. അവർക്ക് വേണ്ടി അവൻ ശാപഗ്രസ്തനായി തീരും എന്ന് പറയുന്ന കാര്യം ഓർക്കുക. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വേണ്ടി ഞാൻ ശാപഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ദേവതയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എന്നെ നിവേദിച്ച വസ്തു വിടർത്തപ്പെട്ട് കൊല്ലുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിന് നാശവും അനർത്ഥവും, നിത്യമരണം അല്ല, നാശവും അനർത്ഥവും വരട്ടെ എന്നുള്ള രീതിയിലാണ് ശാപഗ്രസ്തൻ എന്ന് പറഞ്ഞ വാക്കോട് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം അങ്ങനെയുള്ള ഒരു രീതിയിൽ പൗലോസ് തൻ്റെ ജീവിതം തന്നെ എടുത്തു പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. പുറപ്പാട് പുസ്തകം 32:32 മോശ ജനത്തിന് വേണ്ടി പറയുന്നത് ഇതുപോലെയാണ്: എങ്കിലും നീ ഇവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നീ എൻ്റെ പേർ മായ്ച്ചു കളയണം. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണം, നീ ഇവരുടെ പാപം ക്ഷമിക്കണം. അത്രയ്ക്ക് അവർക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യുന്ന മോശ. അതുപോലെ തന്നെ ഇവിടെ തൻ്റെ ജനത്തിന് വേണ്ടി നിൽക്കുന്നതായിട്ടുള്ള ഹൃദയത്തിലെ വ്യഥയും ദുഃഖവുമായിട്ട് ഇടവിടാതെ പരിശുദ്ധാത്മാവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പൗലോസിനെ നമുക്കിവിടെ കാണാം. ഇസ്രായേലിൻ്റെ പദവികളെക്കുറിച്ച് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞ പേര് തന്നെ വന്നത് ദൈവത്തോടും യാക്കോബ് മല്ല് പിടിച്ചിട്ടാണ് ആ പേര് തന്നെ മാറ്റി ഇസ്രായേൽ എന്നാക്കിയത്. ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ പ്രഭു എന്നുള്ള ഒരു രീതിയിലാണ് ആ പേര് വന്നിരിക്കുന്നത്. മാർട്ടിൻ ലൂതർ പറഞ്ഞിരിക്കുന്നത് ജ്യൂസ് ഈസ് ജൂ, ജീസസ് ഈസ് ജൂ, ജൂ ഈസ് ജൂ, അവൻ ജൂ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജൂവിന് വേറൊന്നിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇസ്രായേലിന് പദവികൾ ദൈവം ആ രീതിയിലാണ് കൊടുത്തത്. അവർ ഇസ്രായേലിയർ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പ് ആണ്. നീ ഇനി ഇസ്രായേൽ എന്ന് അറിയപ്പെടും, യാക്കോബിൻ്റെ സന്തതി. രണ്ടാമത് ഉള്ളത് അവർക്ക് പുത്രത്വം ഉണ്ട്. പുത്രത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ജ്യൂസ് അഡോപ്റ്റഡ് ബൈ ഗോഡ് ആസ് സൺ എന്നുവെച്ചാൽ ദൈവം അവരെ മക്കളായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള ചിന്തയാണ് അവിടെ വരുന്നത്. ആവർത്തനം 7:6 നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു, ഭൂതത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു.
ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ ആമോസ് 3:2 പറയുന്നുണ്ട്. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കും. നിങ്ങളെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ആത്മീയ പുത്രത്വമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് പുത്രത്വത്തിൽ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ പുത്രത്വം ബാഹ്യമുള്ളതും ചുറ്റുമുള്ള പുറം ജാതിയിൽ നിന്ന് കൃപയാൽ അവരെ വേർതിരിക്കുന്നതും അവരെ ദൈവ കുടുംബമാക്കി തീർത്തിരിക്കുന്നതുമാണ്. അതുകൊണ്ട് ആത്മീയ പുത്രത്വമായിട്ട് ഇതിനെ എടുക്കരുത്. റോമർ 8:15 ആത്മീയമായിട്ടുള്ള സൺസ് എന്ന് പറയുന്നുണ്ട്. ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പുത്രത്വം അല്ല ഇവിടെ പറയുന്നത്. ഇവരെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായി മാറ്റിയിരിക്കുന്നു. ബൈബിളിലുള്ള എല്ലാ ഉടമ്പടികളും യഹൂദനുള്ളതാണ്. അത് നമുക്ക് പിന്നീട് കാണാം. എല്ലാ ഉടമ്പടികളും യഹൂദനുള്ളതാണ്. വീണ്ടും നമ്മൾ കാണുന്നത് അവർക്ക് പുത്രത്വത്തിൻ്റെ കൂടെ തേജസ്സുണ്ട്. അവർക്ക് തേജസ് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നു. തേജസ് എന്ന് പറയുന്നത് ദൈവസ്ഥാനത്തിൻ്റെ ദൃശ്യമായ പ്രകാശിക്കുന്ന പ്രത്യക്ഷതയാണ്. നമുക്കറിയാം, നേരത്തെ അവർ പകലും രാവും യാത്ര ചെയ്യുമ്പോൾ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ തേജസ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. എബ്രായർ 9:5 അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സും കെരൂബുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർക്കുണ്ടായിരുന്നു. എന്താണ്? തേജസ് ഉണ്ടായിരുന്നു, അവരോടുകൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിയമങ്ങൾ അവർക്കുണ്ടായിരുന്നു. നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ കൊടുത്തു. ന്യായപ്രമാണം തന്നെ, ന്യായപ്രമാണമല്ല, നിയമങ്ങൾ, ദൈവത്തിൻ്റെ ഒരുപാട് ലോസ് കൊടുത്തു. കാരണം അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, 12 അപ്പോസ്തലന്മാർ, ഇവരെല്ലാം തന്നെ ബൈബിളിലുള്ള ലീഡേഴ്സായിട്ട് വന്ന പിതാക്കന്മാരെല്ലാം തന്നെ, ഈ ഗോത്രപിതാക്കന്മാരെല്ലാം തന്നെ അവരുടെ അവകാശത്തിലുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറയിൽ നിന്ന് വന്നതാണ്. ബൈബിളിലുള്ള എല്ലാ ഉടമ്പടികളും യഹോവനുള്ളതായിരുന്നു. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നാൽ നിയമങ്ങൾ ഉള്ളായിരുന്നു. യെരമ്യാവ് 31:31 ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അവരുടെ ഉള്ളിലാക്കി ഹൃദയങ്ങളിൽ എഴുതുമെന്നും ദൈവത്തിൻ്റെ അരുളപ്പാട്. നിയമങ്ങളെല്ലാം അവരുടെ ഉള്ളതായിരുന്നു. ന്യായപ്രമാണം, ലോ അവരുടേതായിരുന്നു. 5 ലോ അവരുടേതായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ആരാധന അവരുടേതായിരുന്നു. വേറെ ആർക്കും ആരാധന ഇല്ലായിരുന്നു. അവർക്ക് ആരാധന അവർക്കുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വായിച്ച ഭാഗമാണ് ആവർത്തന പുസ്തകം 4:5. അവർക്ക് ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി എവിടെയെങ്കിലും ഉണ്ടോ? നീതിയുള്ള ചട്ടങ്ങളും വിധികളുമുള്ള ഏതെങ്കിലും ശ്രേഷ്ഠ ജാതി ഉണ്ടോ? കണ്ണാലെ കണ്ടിട്ടുള്ളതും കാര്യങ്ങൾ നീ മറക്കാതെയും നിൻ്റെ ആയുഷ്കാലത്തൊക്കെയും അവ നിൻ്റെ മനസ്സിൽ വിട്ടുപോകാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ച് നിൻ്റെ മക്കളെയും നിൻ്റെ മക്കളുടെ മക്കളെയും ഉപദേശിക്കാനായിട്ടുള്ള പ്രമാണങ്ങൾ കൊടുത്തൊരു ജാതി വേറെ ഇല്ലായിരുന്നു. അതുപോലെ അവരെ തിരഞ്ഞെടുത്തു. ആരാധന അവർക്ക് മാത്രമേ ഉള്ളായിരുന്നു. ടെമ്പിൾ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. എബ്രായർ 9:1-6 വാക്യങ്ങളിൽ പറയുന്നു, ടെമ്പിൾ വർഷിപ്പ് അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും 7 അവർക്ക് വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. ഈ വാഗ്ദത്തങ്ങൾ എന്താണ്? മശിയായെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രവചനങ്ങളായിരുന്നു വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തങ്ങൾ വേറെ ഒരു ജാതിക്കുമില്ല. പ്രധാനമായിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അവർക്കായിരുന്നു. മശിയായ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദത്തം കൊടുത്ത അവർക്കാണ്. എല്ലാം യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം യഹൂദന്മാരായിരുന്നു. ദൈവരാജ്യം അവരുടേതായിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ടീച്ചിങ് അവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. യെശയ്യാവ് 55:3, അപ്പോസ്തല പ്രവൃത്തി 13:23 ഇതിലെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. മിശിഹായെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവരാജ്യം, എല്ലാ വാഗ്ദത്തങ്ങളും അവർക്കുള്ളതായിരുന്നു. പിതാക്കന്മാർ അവർക്കുള്ളതായിരുന്നു. പിതാക്കന്മാർ ഗോത്രപിതാക്കന്മാർ, അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, ഇങ്ങനെയുള്ള ഗോത്രപിതാക്കന്മാരെല്ലാം അവർക്കുള്ളതായിരുന്നു. ജഡപ്രകാരം ക്രിസ്തുവും
അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. യോസഫ്, മോശ, ദാവീദ് പിതാക്കന്മാർ ആ ജീനിയോളയിൽ നിന്ന് തന്നെ താഴോട്ട് വന്നിട്ട് അതിൽ നിന്നാണ് യേശുക്രിസ്തുവും ജഡപ്രകാരം അവരിൽ നിന്ന് ഉത്ഭവിച്ചത്. അത് ഇത്രയും കാര്യങ്ങൾ യഹൂദനുണ്ടായിരുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് വീണ്ടും ചിന്തിക്കാൻ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം അഗ്രി ടെക്നോളജി ശാസ്ത്രം, ഇന്ന് മെഡിക്കൽ ഫീൽഡിലുള്ള വളർച്ച, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ അവരുടെ യഹൂദന്മാരുടെ ഇടയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമുക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ നമ്മൾ ഇതിൽ കുറച്ചും കൂടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമയം ഇന്ന് ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇതിവിടെ നിർത്തുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ദൈവം ഇതെല്ലാം അവർക്ക് കൊടുത്തത് എന്തിനായിരുന്നു? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്രായേൽ, പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തങ്ങൾ, പിതാക്കന്മാർ, ഫൈനലി യേശു. ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അവർ കൊടുത്തു യഹൂദന്മാർ. അവരൊരു സാധാരണക്കാരല്ല. നമ്മളവരെ നിസ്സാരവൽച്ച് കളയരുത്. അത് യഹൂദന്മാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈക്വൽ റൈറ്റ് ഒക്കെ പറയത്തില്ലേ? ഭൂമിയിൽ എല്ലാവരും ജീവിക്കണം, എല്ലാ ജാതികളും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഭാഗമില്ലേ? ശരിയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതുപോലെ തന്നെ ഉള്ളൂ, എല്ലാവരും ഭാഗമാണ്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ അവർക്ക് കൊടുത്ത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൾട്ടിമേറ്റ്ലി അവസാനം വന്നാണ് യേശുവിനെ അവർക്ക് കൊടുത്തത്. ജഡാവതാരമായി ക്രിസ്തു വന്നു. എന്തിനാണ്? അവരെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ. ദൈവത്തിൻ്റെ പരമ ഉദ്ദേശത്തിലുള്ളതായിരുന്നു പൈശാചിക ശക്തിയിൽ നിന്ന് മനുഷ്യനെ മുഴുവൻ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ ഭരണം ഈ ലോകത്തിൽ വെക്കുവാൻ. ആദാമും ഹവ്വായിലും ദൈവം അത് കണ്ടു. എന്നാൽ അവിടെ പിശാച് കയറി അവിടെ നശിപ്പിച്ചതിനാൽ അതിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം അനാദിയായി ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ പ്രവർത്തനം യഹൂദനിൽ കൂടിയായിരുന്നു നടമാടേണ്ടത്. എന്നാൽ യഹൂദൻ അത് ഫെയിലായിപ്പോയി, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് പറയുന്നത്. വേറൊന്നുമല്ല, ക്രിസ്തുവായിരുന്നു അതിൻ്റെ പൂർത്തീകരണം. ക്രിസ്തുവിനെ കിട്ടിയാൽ എല്ലാം കിട്ടിയെന്ന് പറയുന്നത് ജാതികൾക്ക് അതിനുള്ള വലിയ കൃപ ദൈവം കൊടുത്തു. ഇതൊക്കെ പഠിക്കുമ്പോഴേ ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. യഹൂദന് കിട്ടാത്ത വലിയ മഹത്വം ദൈവം നമുക്ക് യേശു ക്രിസ്തുവിൽ കൂടി തന്നു. എന്നാൽ പോലും അവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിരുന്നു. യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നു. ജഡപ്രകാരം യേശു അവരിൽ നിന്ന് ഉത്ഭവിച്ചെങ്കിലും അവരെയും വിട്ടില്ല. അവർ ക്രൂശിച്ചു. അവരെയും, അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലെ പ്രോഫസിയിലുണ്ടെങ്കിലും അവനെയും ക്രൂശിച്ചു. അതും ദൈവത്തിന് അനാദിയായിട്ടുള്ള ദൈവത്തിൻ്റെ മുൻനിർണയമായിരുന്നു. അവനിൽ കൂടി പൂർണ്ണയാഗമായി തീർന്ന് നമ്മളെ വീണ്ടെടുക്കാനായി. എന്തോ ദൈവത്തിൻ്റെ പദ്ധതികൾ. നമ്മളിതൊക്കെ അറിഞ്ഞിട്ടും ഈ നമ്മുടെ ലോക്കൽ നാടൻ ഭാഷ പറയുന്ന പോലെ പൊട്ടന്മാർ കളിക്കുക. ഇതെല്ലാം അറിഞ്ഞിട്ടും പൊട്ടന്മാർ കളിക്കുക. ഇത്രയും വലിയൊരു ശക്തി എന്നിലേക്ക് ഇരിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു ഒരു പെരയുടെ മൂലയ്ക്ക് ഒതുങ്ങിക്കൂടുക. ഇതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ വല്യപ്പന്മാർ എനിക്ക് ഒരുപാട് ട്രഡീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെയായി എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാം. ദൈവത്തിൻ്റെ വലിയ ശക്തി, ഡിനാമിക്സ് പവർ, യേശുവിൻ്റെ ക്രൂശിൻ്റെ ശക്തി, അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തി നിനക്കും എനിക്കും യേശു ക്രിസ്തു കൂടി തന്നിരിക്കുക. സകല ലോകവും നിനക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. ഇത് നീ ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ? ഇതൊക്കെ പഠിക്കുമ്പോഴേ, ഈ റോമലേഖനം പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് തിരിച്ചറിയുന്നത്. യഹൂദന് കിട്ടാത്ത അനുഗ്രഹം യേശു ക്രിസ്തുവിൽ കൂടി നിനക്കും എനിക്കും തന്നു. അവനേക്കായും യഹൂദനേക്കായും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയൊക്കെ ഉത്കൃഷ്ടനാക്കി നിർത്തി. ഇതിൽ കൂടുതൽ വലിയൊരു അനുഗ്രഹം ഇനി എന്താ തരാനുള്ളത്? അവർക്ക് നന്മ കൊടുത്തെങ്കിലേ നിനക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ തന്നു പരിശുദ്ധാത്മാവിൽ. അത് നിങ്ങളൊന്ന് പ്രാപിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹൂദന് കൊടുത്തിരിക്കുന്ന 8 അനുഗ്രഹങ്ങളെ ഞങ്ങൾ ചിന്തിച്ചല്ലോ. ദൈവമേ, അതിലുപരിയായിട്ട് യേശുക്രിസ്തുവിൽ കൂടി അതിനേക്കാളും വലിയത് ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു തന്നു. അതിൽ കൂടി ഞങ്ങൾ കർത്താവെ പെർവേർട്ടഡായിട്ടുള്ള ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി കർത്താവെ ദൈവത്തോട് അനുരൂപരാക്കി നീ ഞങ്ങളെ മാറ്റിയതോർത്ത് സ്തോത്രം. ഇതിനപ്പുറമായിട്ട് വേറെ ഒന്നും ഞങ്ങൾക്ക് ചിന്തിപ്പാനായിട്ടില്ല.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിൻ്റെ ഉയരത്തിലുള്ള കാര്യങ്ങളെ ചിന്തിച്ച് ഞങ്ങളുടെ കർത്താവെ പെർവേർട്ടഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ചിന്തകളെ നീ മാറ്റി കർത്താവെ നീ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ വരങ്ങളാൽ കർത്താവെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളാണല്ലോ കർത്താവെ ലോകത്തിലെ നന്മകളെയൊക്കെ എത്ര വലുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും വീണ്ടും പറയുന്നല്ലോ. ദൈവമേ അത് ഏറ്റെടുക്കുവാനായിട്ട് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൽ കൂടി നീ സകലം ഞങ്ങൾക്ക് തന്നോർത്ത് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ അത് ഏറ്റെടുക്കുമ്പോൾ അവരുടെ എല്ലാ വൈകല്യങ്ങളിൽ നിന്നുമുള്ള വിടുതൽ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. അവരുടെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ്. ദൈവമേ, ഇത് ആരെങ്കിലും ഇത് അനുഭവവേദ്യമാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ വലിയൊരു ശക്തി ഇന്ന് രാത്രികാലം കർത്താവെ പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുരുടായിരിക്കുന്ന മനസ്സുകളൊക്കെ കർത്താവെ തെളിച്ചങ്ങളായി തീരട്ടെ, വെളിച്ചം ചെന്നിട്ട് അതൊക്കെ പ്രകാശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി പ്രയാസപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങൾ ഈ തരണത്തിൽ ഓർക്കുന്നു. കർത്താവെ, നീ ഒന്ന് മനസ്സലിയണമേ. കർത്താവെ, നീ പൂർണ്ണ ആളത്വത്തിൽ അവരുടെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കുക. ആ രോഗത്തിൽ നിന്നെല്ലാം ഉള്ളൊരു വിടുതൽ കർത്താവെ കൊടുക്കുക. ഏതെങ്കിലും അവയവത്തിൽ കേടുണ്ടെങ്കിൽ നിങ്ങൾ വലങ്കൈ വെച്ച് വിശ്വാസത്തോടുകൂടി ആ പരിശുദ്ധാത്മ ശക്തി ഒന്ന് നിങ്ങളിലേക്കൊന്ന് പ്രവഹിച്ചുകൊണ്ട് അതിലൊരു വിടുതൽ കിട്ടാനായിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരികയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഓർത്ത് സ്തോത്രം. ഏതൊക്കെ രീതിയിലുള്ള പ്രയാസമായാലും അതിൽ നിന്നൊക്കെ നീ വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് വാച്ച് ചെയ്ത് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തീർച്ചയായും അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് അറിയിച്ചാൽ നല്ലതാണ്. ഏത് രീതിയിൽ ഇത് പ്രയോജനമായി തീർന്നു എന്ന് അറിയിച്ചാൽ നല്ലതാണ്. പ്രയർ റിക്വസ്റ്റ് അയച്ചെന്നാൽ പ്രാർത്ഥിക്കുന്നതാണ്. ഇതെല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഭവനത്തിൽ എത്തുന്നതാണ്. പ്രത്യേകം ഈ ഡിവൈസ് നിങ്ങൾ ഓൺ ചെയ്ത് ട്യൂൺ ചെയ്ത് കാണുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടുക. ഇത് വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യം കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.